ഞാൻ എത്ര ഭാഗ്യവാനാണ്. ജൂനിയർ ത്രിവിൻ വരാൻ പോവുകയല്ലേ. ഈ സമയം നീ സന്തോഷിക്കല്ലേ വേണ്ടേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഓരോന്നും പറഞ്ഞെന്നെ മോഹിപ്പിച്ചിട്ട്. നീ ഇങ്ങനെ ചിടുങ്ങാൻ നിൽക്കല്ലേ. പിണറായി സഖാവ് പറയുന്ന കേട്ടിട്ടില്ലേ, LDF വരും, എല്ലാം ശരിയാവുമെന്ന്. അതേപോലെ നമ്മളെ മോനെന്ന് വരട്ടെ, എല്ലാം ശരിയാവും. പുതിയ വീടിന്റെ തറ ഞാൻ കെട്ടിയിട്ടുണ്ട്. ഇവിടെ വന്ന അന്ന് മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാ എല്ലാം ശരിയാവും പോലും. ഈ വീട്ടിൽ എന്താ ഉള്ളത്? ഈ കട്ടിലല്ലാതെ. കട്ടിലിനെ അങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. ഈ ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ കട്ടിലാണ്. പിന്നെ ഈ കട്ടിലിന്റെ ഗുണം നീ കുറെ കണ്ടതല്ലേ. നിങ്ങളുടെ ഈ വാക്ക് കേട്ടിട്ടെ എന്റെ അമ്മേനെ ഏട്ടനെ ഉപേക്ഷിച്ച് എനിക്കിത് കിട്ടണം. എന്തായിരുന്നു ഒലിപ്പിക്കൽ? നിനക്കിത് ഒലിപ്പിക്കലായിട്ട് തോന്നും. ആത്മാർത്ഥ സ്നേഹത്തിന് മണിമാളികയെന്നോ ചെറ്റക്കൂടലൊന്നും ഇല്ല. പ്രണയത്തിന്റെ എംബ്ലമായ രമണനെയും ചന്ദ്രികയും കുറിച്ച് നീ കേട്ടിട്ടില്ലേ? രാജകുമാരിയായിരുന്ന ചന്ദ്രികയുടെ പ്രണയം പോലും വെറും ആട്ടിടയനായിരുന്ന രമണനോടായിരുന്നില്ലേ? അതായിരുന്നു ആത്മാർത്ഥ പ്രണയം. ഏട്ടാ കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ആരോട് പറയാ. നീ ഒരു കാര്യം ചെയ്യ്, നീ എഴുന്നേറ്റ് നമുക്ക് പാർക്കിലേക്കൊന്ന് പോവാം. പുല്ല് തീർന്ന ഏട്ടാ എനിക്ക് സാധനം എടുക്കാൻ അറിയില്ല. രാത്രി 1 മണിക്ക് ഇറങ്ങി വന്നപ്പം ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതൊന്നും അറിയാണ്ടാണോ? ഇത്ര നാളായിട്ടൊരു സാരി ഉടുക്കാനും അറിയില്ല. കരയുടെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഇതൊക്കെ ഉടുക്കാൻ ഭയങ്കര പാടാ. ഇത് വലിച്ചൂറിന്റെ അത്ര എളുപ്പമല്ല ഉടുക്കാൻ. എനിക്കിതൊന്നും വേണ്ട. ഞാൻ എന്തിനാണ് സാരിക്ക് ഇത്ര നീളാ കണ്ടുപിടിച്ചത്? ഒരുങ്ങിയത് മതി, വാ, സമയം കുറേ വാ. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? So sweet. കണ്ട 3 ബൈക്കുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളത് മാറി മാറി സവാരി ചെയ്യാൻ. ബൈക്കെങ്കിലും ഉണ്ടല്ലോ. ബൈക്ക് മാത്രമല്ല, നീ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ ബൈക്കിനൊക്കെ കൂടുതലൂടെ കുട്ടികൾ ഓടി നടക്കും. അല്ല, ഇപ്പോഴത്തെ പെട്രോൾ വില വെച്ച് നോക്കുമ്പോ ബൈക്ക് ഓടുന്നതിനൊക്കെ നല്ലത് കുട്ടികൾ ഓടുന്നതാ. ഇതിന്റെ ചാവി അല്ലേ ഇത്? പിടിച്ചിരുന്നോ, എനിക്ക് സ്പീഡ് അല്പം കൂടുതലാ. അതെനിക്കറിയാലോ. മാഹിയിലെ പെണ്ണുങ്ങളെ കണ്ടിക്കില്ലേ, വാ മാഹിയിലേക്ക് വാ. പിടിക്കടോ. എങ്ങനെയുണ്ട്? തണുത്തുപോയല്ലേ? കുറച്ചൊക്കെ തണുത്തുപോയി. പാട്ടും ഇതും ലവേഴ്സുകൾ ഒരുപാട് വരുന്ന പാർക്ക് അവിടെ. നമുക്ക് കാണാം ഓരോന്നൊക്കെ കുടയിലടിയില്. അയ്യ, ഏതാടാ എന്നൊക്കെ നിറമുള്ള നാറി. മനു ഇങ്ങോട്ട് നോക്കി, എന്റെ അളിയനും പെങ്ങളും. എവിടെ പോകാൻ? നമ്മള് ഹാപ്പി ആയിട്ടാ ജീവിക്കുന്നേന്ന് നിന്റെ ചേട്ടനൊന്ന് കാണട്ടെടി. ദൂരെ കിഴക്കുതിച്ചേ ചെമ്പഴുക്ക. ഇവന് എന്തൊക്കെ കോപ്രായങ്ങളാടാ കാണിക്കുന്നേ. അവന്റെ ചള്ളക്കൊന്ന് കൊടുത്താലോ? അതൊന്നും വേണ്ട, മോന്തയ്ക്ക് കൊടുക്കാന്ന് അതിന്റെ സമയം ഉണ്ടാവുള്ളൂ. ചാണകക്കുഴി തോണ്ടിട്ട് ആരെങ്കിലും ജയിലിൽ പോകും. നീ ഒന്ന് എടുത്ത് വെച്ച് എന്റെ ബൈക്കിന്റെ കാണാൻ മൈൻഡ് ചെയ്യാണ്ടിരുന്നാ മതി. ചാറ്റിക്കൊണ്ടിരിക്കാൻ വിളിച്ചോണ്ട് വാടാ. മാനോ, അങ്ങനെ പലരും വന്നും പോയിക്കൊണ്ടിരിക്കും. നോക്ക് മനു, വാ, നിന്റെ ആള്. എടാ മാനു, അൻകോളോടെ പറയാണ്ടല്ലോ എപ്പം പോയി പറഞ്ഞോ. അറിയാലോ, പക്ഷെ എനിക്കൊരു ധൈര്യം കേട്ടത് പോലെ. അതാ ധൈര്യം ധൈര്യം അതിനൊക്കെ വഴി വരണ്ട അളിയാ. എമർജൻസി സോമൻ. ആ കൊടു. വെള്ളമില്ല കേട്ടോ. വെള്ളമില്ലാതെ എങ്ങനെ ടച്ചിങ് പോപ്കോണില്ലേ? ആട്ടോ ഇവിടെ ഉണ്ട്, മായി പാർക്കില്. ആ ശരി, കുറച്ചുകൂടി കുറച്ചിരിക്കും വേണം. അല്ല കേട്ടോ, അതാവുമ്പോ കേറി വരുമ്പോ കാണാലോ. എടാ കുറച്ച് കുറച്ച് ഓക്കെ അല്ലേ? ഈ മാറ്ററിന് മതി. എന്താ ഇത്? എന്തിനു നീ എങ്ങനെ ശല്യം ചെയ്തു? ഓ എന്റെ പൊന്നോ, വെള്ളമില്ലാണ്ട് തീർത്തല്ലടോ. ഒന്നുകൂടി വേണം.
കുറെ ചീള് പരിപാടിയായിട്ട് ഇറങ്ങി ഇത് എന്റെ ബാറുകളെല്ലാം പൂട്ടിക്കാൻ നല്ല പൊക്കാണല്ലേ ലഘുലേഖ വിതരണം ഫ്ലാഷ് മൊബൈളുടെ അമ്മുമ്മയുടെ കലാപരിപാടിയായിട്ട് മാനോ ആ കലേഷ് കയറി മുട്ടി ഇനിയിപ്പൊ ഈ അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. ഇതോടെ നിർത്തിക്കും. ഇനി ഈ നമ്പർ ആയിട്ട് നിന്റെ മാഹിലെങ്ങാനും കണ്ട മാനു ഈ ചെല്ലടോ. ഇപ്പം പോയ ഓക്കൊരു മതിപ്പൊക്കെ ഉണ്ടാവും. ആ അത് സത്യം. ആ ഉണ്ടാവും. മതിപ്പുണ്ടാവോ എന്നാ ചെല്ല്. ഹീറോ എൻട്രിക്ക് പറ്റിയ സമയപ്പോ അല്ലേ? അല്ല ഹീറോണോ സീറോണെന്നൊക്കെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. നീ ആദ്യം അങ്ങോട്ട് ചെല്ല്. ചെല്ലേ ചെല്ലടോ മാനു. കൊടുത്താലോ പോയിട്ട് ആ നമ്മളില്ലേ പോയി ഇവിടെ? വാങ്ങ് ധൈര്യം ചെല്ല്. ചെയ്യ്. നമ്മളൊക്കെ ഇവിടെ ഇല്ലേ? ഒരു ലൈവ് അടി കണ്ടിട്ട് കൊറേ കാലമാണോ അടിച്ചാണ്. കുഞ്ഞ് കാരണം തെരുവിൽ മദ്യപിച്ച് അലയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം. അത് ഞാൻ നടത്തും. ആര് നിന്റെ ചത്തുപോയ തന്ത്? അതേടാ എന്റെ അച്ഛൻ. സാറേ എന്തെന്നാ സാറേ എന്തെന്നാ ഈ പിടിമിലേക്ക്? നീ ആരാടാ? ഇത് ഞങ്ങള് തമ്മിലുള്ള പ്രശ്നമാണ്, മനസ്സിലായില്ലേ? മാറിക്കടാ. ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാര് അവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിരിക്കുമ്പോ സാർ ഇവിടെ വന്ന് അലമ്പുണ്ടാക്കിയ അത് ചോദിക്കണ്ടേ? ഇവിടെ കുറെ എന്നെ തകർക്കാൻ വേണ്ടി ഒരുമ്പിട്ട് ഇറങ്ങിയിട്ടും ഇന്നത്തോടെ ഇത് അവസാനിപ്പിച്ചു. അല്ലെങ്കിൽ ഇത് പണി കിട്ടുമ്പോൾ നീ പഠിച്ചോളൂ. സാറേ ഇവളെ പഠിപ്പിക്കാൻ മെനക്കെട്ടാ സാറ് വിവരം അറിയും. അതിന് ഇവളാരടാ നിനക്ക് ഇത്ര പൊള്ളാൻ? നിന്റെ കാമുകിയൊന്നും അല്ലല്ലോ. അതെ, ഇന്നലെ ഞങ്ങളത് അങ്ങ് ഉറപ്പിച്ചു. എന്തേ കിട്ടോ? നീ കുറെ നേരം അല്ല കിടന്ന് ചിലക്കണ്. കൈയെടുക്ക് സാറേ. സുവർണ സാർ, ഇവൻ രാവിലെ വെള്ളമാണ് വന്ന് അലമ്പുണ്ടാക്കണം. വെള്ളം അടിച്ചിട്ടുണ്ട് സാറേ. എടാ വാ പോണ്ടേ. ഇയാളാണ് സാറേ ഇവിടെ ബുദ്ധിമുട്ടിച്ചത്. ആണോ? പിന്നാരാ? ഇവനാണോ? ആ, ഇങ്ങോട്ട് നടക്കട കൊണ്ട് പൊക്കി മോനെ, വാ, വാ, വാ. ഞാൻ നടന്നോളാം. നടക്കട അങ്ങോട്ട് റാസ്കൾ. മാഡം, ഇവൻ കഞ്ചാവ് സുഖു. മാഹിയിലും പള്ളൂരും പരിസരങ്ങളിലും സ്കൂൾ കേന്ദ്രീകരിച്ച് LSDയും കഞ്ചാവും വിൽക്കല പണി. കയ്യോട് പൊക്കി. കേസ് ചർച്ച ചെയ്തോളൂ. എന്റെ വക്കീല മാഡത്തിന് അറിയാം, അഡ്വക്കേറ്റ് കാളോ. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഇവൻ ഇതൊക്കെ ചെയ്ത് തന്നെ ജീവിക്കുന്ന പറയുന്നത് മാഡം. ആണോടാ? ആ പിള്ളേർക്ക് മയക്കുമരുന്ന് നൽകി ഭാവി തർക്കം നിന്നെ പോലുള്ളവന്മാരൊന്നും ഇനി പുറത്തിറങ്ങരുത്. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉണ്ടടാ ചിലത്. ഇതേ മാതൃക പോലീസ് സ്റ്റേഷൻ അല്ല, മാഹി പോലീസ് സ്റ്റേഷനാ. മനസ്സിലായോടാ? ഇവരെ കൊണ്ടു. ശരി മാഡം, വാടാ. മാഡം, മാനവിന്റെ ജാമ്യത്തിന് വേണ്ടി വന്നതാ. അവനെയും കൊണ്ടു ഇരിക്കെ. താങ്ക് യു. ഇന്നലത്തേത് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മാഡം. ആ ഇഷ്യൂ ഫാബ്രിക്കേറ്റഡ് ആണ്. ഫാബ്രിക്കേറ്റഡോ? മദ്യപിച്ച് ശല്യം ചെയ്തു എന്ന് ഹിത പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അത് മാം, ആ സാഹചര്യത്തിൽ എനക്കതല്ലാതെ വേറൊന്നും ചെയ്യാനില്ലേനു. അതുകൊണ്ടാണ് ഞാൻ ഇയാളെ. മനസ്സിലായി. കലേഷിനെ വെറുപ്പിച്ചാലുള്ള ഭവിഷ്യത്ത് ഓർത്തിട്ടായിരിക്കും അല്ലേ? മാം, ഞാൻ അപ്പോൾ ഇയാളെ രക്ഷ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ വക്കീലെ കൂട്ടിപ്പയ്ക്കൂ. താങ്ക് യു മാഡം. താങ്ക് യു മാം. ബ്രോ, ഞാൻ ഇടപെടണോ? നീ അത് ഇന്റെ കാര്യം നോക്ക്. ഓ താങ്ക് യു. ഓക്കെ. പ്രണു, ഈടെ വന്നിട്ട് കുറേ നേരമായി. ഇനിയൊന്നും പറയുന്നില്ല. എന്താ? അയ്യേ, ഇങ്ങനെ നോക്കുന്ന കണ്ടാലേ എനിക്കെന്താ തോന്നാന്നറിയാം. എന്താ? എനിക്ക് എന്നോട് പ്രേമാന്ന്. എന്താന്ന് പറ പ്രണു, എനിക്ക് പോയിട്ട് വരെ പണിയുണ്ട്. നീ പറഞ്ഞതാ എനിക്കെങ്കിലോ? അളിയ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ, അതെങ്ങനെയാ പ്രേമാക്കുക? ഞാനൊരു തേപ്പേരിയായിട്ട് കാണണമെന്ന് എൻ്റെ ആഗ്രഹം അല്ലേ? എല്ലാരും നമ്മുടെ കാര്യം പറയുന്നത് നിനക്കറിയാന്നല്ലേ, പിന്നെ എന്തിനാ ഈ അഭിനയം? ഇനി സീരിയസ് ആക്കല്ലേ? പിന്നെ ഫ്രണ്ടിനെ ലവറായിട്ട് കാണാൻ മാത്രമുള്ള ബുദ്ധിക്കുറവ് എനിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നുമില്ല, നിന്റെ മനസ്സിലുള്ള കാര്യം ഒന്നും അറിയാൻ വേണ്ട, ചുമ്മാ. സാരമില്ല. ഓക്കെ ഓക്കെ,
4 മണിക്ക് എനിക്ക് വേറൊരു എമർജൻസി അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അത് ഇതിലും സീരിയസാ. വാ. ഓക്കെ. ഡി ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയണ്ടേനു. ഇതിപ്പം വല്ലാത്ത കുടുക്കയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാ? എന്താ വന്നാ? ആ ഇരിക്കൂ. ഇങ്ങനെ കാണണമെന്നല്ല ഞാൻ വിചാരിച്ച. ഒരുപാട് കാണാൻ ശ്രമിച്ചു, പറ്റിയില്ല. ഒരുപാട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു, അതും പറ്റിയില്ല. മാനവ് വരുന്നു പറഞ്ഞു ലിസമ്മ. എന്നോട് എന്താ പറയാനുള്ളത്? ഇങ്ങനെയൊക്കെ ചോദിച്ചാ പെട്ടെന്ന് എനിക്കൊന്നും പറയാൻ പറ്റൂല. ഇയാളെ ഞാൻ ഒരാണായിട്ടാ കണ്ടത്. ഒന്നും പറയാനല്ലെങ്കിൽ. ഒരു 2 മിനിറ്റ്. ഈ വെള്ളടിച്ചെടുക്കാൻ എന്നെ ഇഷ്ടപ്പെടാൻ എനിക്ക് പറ്റുമോ? ഇല്ല. പോട്ടെ. ഇതാന്ന് ചോദ്യം എനിക്കറിയാനോ. പക്ഷേ പോയിക്കോളൂ. പിന്നെ ആ പക്ഷി എന്താന്ന് എനിക്കറിയണം. വേണ്ട, അതറിഞ്ഞ മന്നനെ ഇഷ്ടാവൂല. അത് മറ്റാരും അറിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അല്ലേലും എന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ എന്തിനാ മാനോട് പറയുന്നത്? ചില പ്രശ്നങ്ങൾ ചിലരോട് മാത്രം പറയേണ്ടതായിട്ട് വരും. അത് പക്ഷെ കേൾക്കുന്നതും വിശ്വസ്തനായിരിക്കണം എന്നേ ഉള്ളൂ. എന്നെ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ ഹിത പോയിക്കോളൂ. ഒരിക്കല് എൻ്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞതാ. കഴിഞ്ഞ ദിവസം ഞാൻ അടി ഉണ്ടാക്കിയ കലേഷിനെ അറിയില്ലേ? അയാളുമായിട്ടാണ് എൻ്റെ കല്യാണം നിശ്ചയിച്ചത്. ഞാനെല്ലാം പറയാം. ശിവദാസ, അതെ, ആ വലിയ ലോറി പോയി. ഇവന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞല്ലോ, ഇനി ഇവിടെ നിൽക്കട്ടെ. ബിസിനസ് കാര്യങ്ങളൊക്കെ ഇവനായിരിക്കും നോക്കി നടത്തുക. എനിക്ക് പ്രായമൊക്കെ ആയില്ലേ? ശരി മനോനെ. കലേഷേ, അച്ഛന്റെ സ്ഥാനം തന്നെയാ. ഒരു മാനേജർ എന്നല്ല, എന്റെ കൂടെപ്പിറപ്പാ. മനസ്സിലായല്ലോ? എനിക്കറിയാം. ഇവരെന്തൊക്കെ പുതിയ രീതി അറിയാമെന്നാ പറയുന്നേ. ബിസിനസ് ഒക്കെ പച്ചപിടിക്കാൻ ഇനി പിള്ളേര് വിചാരിച്ചാലേ നടക്കുള്ളൂ. മേന ഒന്നും കൊണ്ട് പേടിക്കണ്ട, എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോട്ടെ. ആ, വേറെയും ചില സതുദ്ദേശങ്ങൾ എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ. കഴിക്കൂ. ദാസ, കലേശിന് കല്യാണപ്രായമൊക്കെ ആയി. എനിക്ക് നീ എന്നും കൂടെ ഉണ്ടാകണമെന്നാ. അത് പിന്നെ ഉണ്ടാവുമല്ലോ. ഒരു തീരുമാനം ഞാനങ്ങ് പറയാം. എന്റെ മോനെ കൊണ്ട് നിന്റെ മോളെ കെട്ടിക്കാം. എന്താ? അത്ര വലിയ മോഹങ്ങളൊന്നും നമുക്കില്ല മേനോനെ. ഇതെന്റെ മാത്രം തീരുമാനം അല്ല. അവൻ ആദ്യമേ തന്നെ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് കൂട്ടിക്കോ. എന്താ, ഉറപ്പിക്കല്ലേ? മോളെ എവിടെ പോയതാ? ഞാൻ ക്ലാസ്സിന് പോയതിനു. ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അച്ഛൻ പറയും. ഇറങ്ങട്ടെ മോളെ. ഓ ആ, എന്താ കാര്യം? മോളെ, മേനോ വന്ന് എന്തിനെന്നറിയോ? മേനോന്റെ മോൻ കലേഷിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന്. ഓ, അത് ശരി. നിനക്ക് ഇഷ്ടമാണല്ലോ അല്ലേ? അച്ഛന് ഇഷ്ടാണോ? എന്നാ എനക്കും ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടത്തിനപ്പുറം അവൾക്ക് എന്താ ഉള്ളത്? ഇതിനേക്കാൾ നല്ലൊരു ബന്ധം നമുക്ക് കിട്ടത്തില്ല ശ്രീലതേ. കലേശേ, എന്താ ഇത്? ബിസിനസ് ആകുമ്പോൾ ഇങ്ങനത്തെ ചില കളികളൊക്കെ വേണം. അല്ലാതെ അച്ഛൻ ബിസിനസ് ചെയ്യണ പോലെ ചെയ്തിട്ട് എന്ന് രക്ഷപ്പെടാനാ? നമുക്ക് ഈ വ്യാജമദ്യമൊന്നും വേണ്ട, അല്ലാതെ തന്നെ ബിസിനസ് ഉണ്ടല്ലോ. കേരളത്തിലെ ബാറെല്ലാം അടച്ചപ്പോൾ മാഹിലാണ് ഇപ്പോൾ നല്ല ഡിമാൻഡ്. ഈ അവസരം മുതലെടുക്കുന്നതാണ് ബുദ്ധി. നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റം ഇതിൻ്റെ ഒപ്പം അങ്ങോട്ട് കയറി പോയോണ്ടല്ലോ, നിസ്സാര ലാഭം. എനിക്കാണെങ്കിൽ എല്ലാ മേജർ ബ്രാൻഡും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഫോർമുല അറിയാം. ഇതിനൊന്നും ഞാൻ കൂട്ടി നിൽക്കത്തില്ല.
ബിസിനസ്സായ ഒരു സത്യസന്ധത വേണം. മദ്യത്തിന്റെ ബിസിനസ്സിലാ. ഇതൊക്കെ ഞാൻ പഠിച്ചറിഞ്ഞിട്ട് ചെയ്യണതാ. നിസ്സാര ലാഭമല്ല ഞാൻ ഇതിന് ഉണ്ടാക്കാൻ പോണം. നിങ്ങളിത് കണ്ടില്ലെന്നങ്ങ് വെച്ചാ ഞാൻ എന്താ ഇപ്പൊ പറയുക? മക്കളുടെ കാര്യത്തിലാ ശിവദാസ പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്നത്. ഇത് അവരുടെ കാലമാ, അവർ ജയിക്കട്ടെ. ഞാൻ പോവുക മേനോനെ. ഹാ, തന്റെ മോനെ ഞാൻ വിചാരിച്ചാൽ നന്നാക്കാനാവില്ല. ശിവദാസ, ഇതിന്റെ പേരില് നമ്മൾ പറഞ്ഞുറപ്പിച്ച കാര്യമൊന്നും മാറ്റണ്ട. ശ്രീലതേ, ഓ ശ്രീലതേ, നിങ്ങൾ കുളിച്ചിട്ടുണ്ടല്ലേ? ആ നിക്കേ. നീ കുറച്ച് വെള്ളം ഗ്ലാസ് കൂടെ എടുക്ക. ഏട്ട ജോലി പോയിന്ന് വിചാരിച്ച് ജീവിക്കാൻ വേറെ വക ഉണ്ടല്ലോ. നീ വെള്ളം ഗ്ലാസ് എടുക്ക. അച്ഛാ, 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 അച്ഛനെന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്തിനാ ഈ പുതിയ ശീലല്ലോ? വേണമെന്ന് വെച്ചിട്ടല്ല, ജോലി പോയതിന് ശേഷം എല്ലാത്തിനോടും ഒരു മടുപ്പാ മോളെ. പോയതല്ല, ഞാൻ വേണ്ടെന്ന് വെച്ചതാ. ഇപ്പോഴത്തെ പിള്ളേരുടെ പുതിയ ശീലങ്ങളൊന്നും എനിക്ക് പറ്റില്ല. മോളെ അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. ചെല്ല. അച്ഛനെ ഇനിയും കുടിക്കാനല്ലേ? ഇല്ല മോളെ, ചെല്ല. ആ അമ്മയോട് എന്തേനോ? മോളൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഈ കുടിയോണ്ട് മോളുടെ ഭാവി അമ്മയ്ക്ക് പേടി. പോട്ടമ്മ, സാരില്ല, എല്ലാം ശരിയോ? സാരില്ല. അച്ഛാ, എങ്ങോട്ടാ? മോളെ, അച്ഛാ, അല്ല വേണ്ട, ഞാൻ പോയിട്ട് വന്നിട്ട് നിന്റെ കുറച്ച് കാര്യം പറയാൻ. ശരി അച്ഛാ. വക്കീലെ, നമുക്ക് അവരെ എത്രയും പെട്ടെന്ന് ഇറക്കണം. മേനോനില്ലേ? ഇല്ല, അച്ഛൻ പുറത്തു പോയി. മോനെ, നീ ഞങ്ങളെ ജീവിതം തകർക്കരുത്. എൻ്റെ മോള് പാവാ. ഞാനൊരു കാര്യം ആഗ്രഹിച്ച, തീരുമാനിച്ച, അത് ഞാൻ നേടും. ഞാൻ എൻ്റെ മോളെ നിനക്ക് തന്നില്ലെങ്കിലോ? എടാ, നിന്നെ കുറിച്ചുള്ള ഇന്ന് അവളടുത്ത് പോയി ഞാൻ പറയും. എടാ, ഞാൻ എൻ്റെ മോളെ നിനക്ക് തരില്ല. നിന്നെ പോലെ ഒരുത്തരും എൻ്റെ മോളെ തരില്ല. ഇരന്ന് ചോദിച്ചാൽ ചിലത് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ, അല്ലേ വക്കീലെ? അതെ, അത് പരമാർത്ഥം. കലേഷ് വേണ്ടത് ചെയ്തോളൂ, ഞാനുണ്ടല്ലോ കൂടെ. നമ്മളെന്താ ഇവിടെ? വീട്ടിലേക്ക് പോവാന്നല്ലേ പറഞ്ഞേ? ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ പോയില്ല, ഇവിടെ റൂം എടുത്താ സ്റ്റേ ചെയ്ത്. നമുക്ക് ഇവിടെ ഒന്ന് ഫ്രഷ് ആവാം, എന്നിട്ട് പോവാം. നമുക്ക് വീട്ടിൽ പോവാം. ഇല്ല, ഇതാ ഇനി ട്രാഫിക്കിലൂടെ വീട് വരെ പോകാൻ എനിക്ക് വയ്യ. വാ, നമുക്ക് പോയി പെട്ടെന്ന് ഫ്രഷ് ആവാം. നമ്മുടെ റൂമാടോ, വാ ഇരിക്കെ. എനിക്കെന്തോ നല്ല മൂഡ്. നമുക്ക് രണ്ടുപേർക്കും ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം. നമുക്ക് പോവാം. പോവാം, പ്ലീസ് പോവാം. പ്ലീസ് ലീവ് മീ. നിന്നോടൊരു കാര്യം പറഞ്ഞത് കേട്ടാലെന്താ? ഞാൻ കേട്ടാ മോളെ പെണ്ണാ നീ, പിന്നെ നിനക്കെന്താ ഇത്ര വാശി?
നിന്റെ അച്ഛനെ പുറത്താക്കിയതും ഇതേ വാശി കൊണ്ടാ. കേട്ടല്ലോ? മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു കേൾക്കണം നിൽക്കും നല്ലത്. എനിക്ക് പോണം പ്ലീസ് പൊയ്ക്കോ. എൻ്റെ മൂഡ് തീർത്തിട്ട് പോയാൽ മതി. പ്ലീസ്. അല്ലെങ്കിൽ നിന്റെ അച്ഛനെ തീർത്ത പോലെ നിന്നെ ഞാനില്ലാണ്ട്. നിന്റെ അച്ഛൻ ആയുസ് കുറവ്. മദ്യം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു ആക്സിഡന്റ്. അതും എൻ്റെ കൈ. മാനു, ഇതെല്ലാം തന്നെ ഞാൻ. കലേഷ് എവിടെ കണ്ടാലും എന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. ഒരു രാത്രി ഓന് വേണം പോലും. എൻ്റെ അച്ഛനെ കൊന്ന എൻ്റെ ജീവിതം എങ്ങനെ ആക്കിയ ഒരാളെൻ്റെ പിറകെയുള്ളപ്പോ ഞാൻ എങ്ങനെയാ മാനുവിനെ? ഒറ്റ ലക്ഷ്യം എനക്കുള്ളൂ, ഓൻ്റെ നാശം. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. ഇങ്ങനെയുള്ള എന്നെയാണോ മാനു വേണ്ടത്? എനിക്ക് എന്തെല്ലോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിന്. പക്ഷേ ഇത്രയും വിഷമം ഉള്ളിൽ വെച്ചോണ്ടാ നിൽക്കുന്നെന്ന് എനിക്കറിയില്ല. എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഒരു കയ്യകലത്തിൽ ഞാനുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാവും. ഇനി നമുക്ക് ഒരുമിച്ച് പോവാം മുന്നോട്ട്. ഇനി ഇറക്കി വെച്ച ഭാരല്ല ഇപ്പം നെഞ്ചില.